പല പിതാക്കന്മാരും കാസയുടെ നിലപാട് സഭയുടെ നിലപാടല്ല എന്ന് മാധ്യമങ്ങളിലൂടെ മറ്റു തള്ളി പറയുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് ഇത്തരം സംഘടനകളോട്, കാസ, ക്രോസ് മുതലായ സംഘടനകളോടുള്ള ഒരു കൃത്യമായ നിലപാടുണ്ടോ? അത് എന്തായിരിക്കും പിതാവേ? യെസ്, അങ്ങനെ കൃത്യമായ നിലപാടുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പ്രവർത്തനങ്ങളിലെ നന്മകളെ ഒന്നും നമ്മൾ തള്ളിപ്പറയുന്നില്ല. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് ആർക്കും വിയോജിപ്പില്ല. അവർ സഭയുടെ ഔദ്യോഗിക സംഘടനയല്ല എന്ന് സഭയെക്കാലവും പറയും. കാരണം എന്താണ്? അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഈ സഭയ്ക്കില്ല. മറിച്ച് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ടോ, സഭ അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറ്. അതിനെന്ത് ചെയ്യണം? സഭയുടെ ഒരു സംഘടനയാണെങ്കിൽ സഭാ നേതൃത്വവുമായിട്ട് ചേർന്ന് പോകണം. അതാണ് അടിസ്ഥാനപരമായ വിഷയമെന്ന് പറയുന്നത്. ഈ നേതാക്കളെ ഞാൻ തന്നെ പലവട്ടം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഈ തലശ്ശേരിയിൽ ഈ സംവിധാനം തുടങ്ങിയപ്പോൾ ഇവരാദ്യം എൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ഏതാനും പള്ളികൾ പാലക്കോട്, ഇരിട്ടിയിൽ, അതുപോലെ തന്നെ ചെറുപുഴ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അവർക്ക് ഒന്നിച്ചു കൂടാൻ പള്ളിയുടെ പാരീഷ് ഹാൾ വിട്ടുതരണം, ഞങ്ങൾക്ക് ഞായറാഴ്ചകളിൽ മാസത്തിൽ 2 തവണയെങ്കിലും കൂടാൻ ആഗ്രഹമുണ്ട്. ഞാൻ പറയും നല്ല കാര്യം, നിങ്ങൾ കൂടിക്കൂ, അവർക്ക് അനുവാദം കൊടുക്കും. സഭയുടെ ഔദ്യോഗിക സംഘടനയായിട്ടല്ല, സഭയ്ക്ക് വേണ്ടി അവർ സംസാരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് നമ്മളത് ചെയ്തു കൊടുത്തു. പക്ഷേ സാവകാശം അവർ അത്യാവശ്യമൊക്കെ വേര് പിടിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ഒരു നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, സഭയുടെ മറ്റെല്ലാ സംഘടനകളും വേസ്റ്റാണ്, യൂസ്ലെസ് ആണ്. AKCC ഗുഡ് ഫോർ നത്തിങ്, KCYM എന്നാത്തിനും കൊള്ളാം, ചുമ്മാ പുട്ടും നിന്ന് നടക്കാന്മാരുള്ള അവന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളിയല്ല. മെത്രാന്മാരെ എന്നാത്തിനും കൊള്ളാം, അച്ഛന്മാർ യൂസ്ലെസ്. അതുപോലെ തന്നെ നമ്മുടെ മതബോധനം ഒരാവശ്യമില്ല, അതുകൊണ്ട് ഒരു ഗുണവും മനുഷ്യനുണ്ടാകില്ല. മതബോധനമൊക്കെ നിർത്തി വേറെ വല്ല പണിക്ക് പോകണം. സഭയുടെ വ്യവസ്ഥാപിത സംവിധാനങ്ങളെ മുഴുവനും വെല്ലുവിളിക്കുന്ന സമീപനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോഴും സഭ മാതൃസഹജമായ സ്നേഹത്തോടെ ഇവരോട് പറഞ്ഞു, ഞാൻ തന്നെ ഇവിടുത്തെ നേതാക്കളോട് പറഞ്ഞു, നിങ്ങൾ വാ, നമുക്കൊന്നിച്ചിരുന്ന് സംസാരിക്കാം, നിങ്ങളിങ്ങനെ പോയാൽ ശരിയാകുകയല്ല. അപ്പോൾ അവരെന്നോട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, സംസ്ഥാന നേതാക്കളെ ചർച്ചകളിൽ പങ്കെടുക്കുള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ, സംസ്ഥാന നേതാക്കളെയും കൂട്ടിക്കൊണ്ട് പോയോ, നമുക്ക് ചർച്ച ചെയ്യാം. സഭയല്ല അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നത്, അവർ സഭയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പെട്ടെന്നൊരാവേശത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു തീവ്രവാദ നിലപാടുകളുടെ ഒപ്പം നിൽക്കാൻ ചിലപ്പം തോന്നിയെന്നിരിക്കും, അതൊരു പ്രലോഭനം മാത്രമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ സഭ എക്കാലവും പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരു കാലത്തും ഈ 20 നൂറ്റാണ്ടുകൾ നീണ്ട സഭാചരിത്രത്തിൽ ഒരിടത്തും സഭയ്ക്ക് വേണ്ടി ആരും ചുവപ്പ് പരവതാനിയൊന്നും വിരിച്ച് കൈകൊട്ടി സ്വീകരിച്ചിട്ടൊന്നുമില്ല. സഭ കടന്നു പോകുന്നത് പീഡാനുഭവങ്ങളുടെ തീവ്രമായ മരുഭൂമിയിലൂടെയാണ്. എക്കാലവും സഭ അങ്ങനെയാണ് കടന്നുപോയത്. ആ സഭയെ നയിക്കുന്ന ഒരു സുവിശേഷമുണ്ട്, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, പരസ്പരം ആദരിക്കുന്നതിൻ്റെ ഒരു സുവിശേഷമുണ്ട്. ആ സുവിശേഷം വിസ്മരിച്ചുകൊണ്ട് ഏതെങ്കിലും മതത്തെ വൈകാരികമായി എതിർക്കണമെന്നും അവർക്കെതിരായ ഏതറ്റം വരെയും അക്രമങ്ങളുടെ വഴി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സുവിശേഷത്തിൽ വിട്ടുവീഴ്ച ചെയ്യും, സുവിശേഷത്തിൽ വെള്ളം ചേർക്കും. സുവിശേഷത്തിൽ വെള്ളം ചേർത്താൽ പിന്നെ സഭയില്ല. സഭ ഈ 20 നൂറ്റാണ്ട് നിലനിന്നതിൻ്റെ കരുത്തെന്ത് എന്ന് ചോദിച്ചാൽ, ഈശോ തന്ന സുവിശേഷത്തിൻ്റെ വഴിയിൽ സഭ നടന്നു. എന്ന് സഭ സുവിശേഷത്തിൽ നിന്നകന്നോ അന്ന് മാത്രമേ സഭ ദുർബലമായിട്ടുള്ളൂ. പ്രശ്നങ്ങൾ ഒരിക്കലും സഭയെ ദുർബലപ്പെടുത്തിയിട്ടില്ല. പ്രശ്നങ്ങൾ സഭയെ കൂടുതൽ കരുത്തുറ്റതാക്കിയതേ ഉള്ളൂ. ഈ 20 നൂറ്റാണ്ടും സഭ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു വന്നത് കാസായുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയുടെയോ പിൻബലത്തിലല്ലല്ലോ. സഭ കടന്നു പോകുന്നത് എങ്ങനെയായിരുന്നു? സഭ കടന്നു പോകുന്നത് പരിശുദ്ധാത്മ കൃപയാൽ, തിരുവചനത്തിൻ്റെ പ്രകാശത്തിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ സഭ വായിച്ചെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. അതുകൊണ്ട് കാസായിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, സഭയെ നിങ്ങൾ ഒരിക്കലും ശത്രുപക്ഷത്ത് നിർത്തരുത്. അങ്ങനെ നിങ്ങൾ നിർത്തിയാൽ നിങ്ങൾ അബദ്ധത്തിലാണ് ചെന്ന് ചാടുന്നത്. സഭാ നേതൃത്വം നിങ്ങളുമായി ഹൃദയപൂർവ്വം സംവദിക്കാൻ സന്നദ്ധമാണ്. നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ആശങ്കകളും സഭയുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കുക, ഒരുമിച്ച് നിൽക്കുക. AKCC സഭയുടെ സമുദായ സംഘടനയാണ്.
ആ സംഘടനയ്ക്ക് അർത്ഥമില്ല എന്ന് പറഞ്ഞ്, അല്ലെ KCYM സഭയുടെ ഔദ്യോഗിക യുവജന സംഘടന, ആ സംഘടനയെ പുച്ഛിച്ചുകൊണ്ട്, അല്ലെ സഭയുടെ മതബോധന സംവിധാനം അതിനെ പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ബദൽ സംവിധാനമാകാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറയാൻ സഭ നിർബന്ധിതമാകുന്നതാണ്. അതുകൊണ്ട് ഇതൊരു നല്ല അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങളിലും കാസായോട് താല്പര്യമുള്ളവരുണ്ടാകാം എന്നെനിക്കറിയാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ സഭയെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ, സഭയെ വളർത്താനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? നാം ഒരുമിച്ച് നിൽക്കണം. ഞങ്ങൾ 5-6 പേര് മാത്രമാണ് മിടുക്കന്മാർ, ഞങ്ങൾ മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരെയും പരിഹസിച്ച് മാറി നിന്നുകൊണ്ട് നമുക്കൊരിക്കലും സഭയെ വളർത്താനാവില്ല. അതുകൊണ്ട് ഈ ഒരു അവസരം കാസായിലെ സുഹൃത്തുക്കൾ സഭയോട് ചേർന്ന് നിന്ന് സംസാരിക്കണം, പ്രവർത്തിക്കണം, ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള വഴികൾ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.